Hello friends, നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് ഗ്രോത്ത് ഓഫ് LCR സർക്യൂട്ടിലെ ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഓഫ് ചാർജിൻ്റെ മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ്. കഴിഞ്ഞ രണ്ട് സെഷനുകളിലായിട്ട് ഓവർ ഡാംഡ് കണ്ടീഷൻ എന്താണെന്നും ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യമാണ്. ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ അല്ലേ, ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ അതിൽ നമ്മൾ ശ്രദ്ധിക്കുക, കെ സ്ക്വയറിൻ്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിനേക്കാളും കുറവാണ്. സോ വി ക്യാൻ ഗോ ബാക്ക് ഇത് കെ സ്ക്വയർ വാല്യൂ ഓഫ് കെ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ. കെ സ്ക്വയറിൻ്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിനേക്കാൾ കുറവായി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നൊരു ഇമാജിനറി ടേമാണ് അല്ലേ. കെ സ്ക്വയറിൻ്റെ വാല്യൂ 4ഉം കെയുടെ വാല്യൂ 4ഉം ഒമേഗ നോട്ടിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 16 മൈനസ് 25 ആണ് കിട്ടുക. അപ്പോൾ മൈനസ് റൂട്ട് ഓഫ് -9 എന്ന് കിട്ടുക. റൂട്ട് ഓഫ് -9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസിൻ്റെ റൂട്ട് നമുക്കറിയാം ജെ അല്ലേ, കോംപ്ലക്സ് ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എഴുതുക. ജെ റൂട്ട് 9ൻ്റെ വാല്യൂ 3 അല്ലേ, അപ്പോൾ 3J എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ ബെറ്റർ ആയിട്ട് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ജെ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ടേമാണ് എന്ത് വരുന്നത്, റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാണ്, റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ശരിയല്ലേ? ഇവിടെ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മൈനസ് വരണം അല്ലേ. മൈനസിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജെ ആയിട്ട് എഴുതാം അല്ലേ. അതാണ് ഇവർ എഴുതിയത്. അപ്പോൾ ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണെന്ന് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മാറ്റി എഴുതും. ആൻഡ് റീപ്ലേസ് ദിസ് റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ വിത്ത് ഒമേഗ. റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ നമ്മൾ എന്തായിട്ട് മാറ്റി, ഒമേഗയായിട്ട് മാറ്റി. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒമേഗ റെപ്രസെൻറ്റ്സ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സീരീസ് സർക്യൂട്ട്. ഇവിടെ റെസിസ്റ്റൻസ് അടക്കം വരുമ്പോഴുള്ള LCR സീരീസ് സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഒമേഗ, വിച്ച് ഇസ് റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. നമ്മൾ നേരത്തെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് എഴുതിയിരുന്നു, പക്ഷേ അവിടെ R-ൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ഒമേഗ നോട്ട് നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്തത് അല്ലേ. ലുക്ക് അറ്റ് ദിസ് ഒമേഗ നോട്ട്, ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട് ഈക്വൽ ടു 1/√LC എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ R എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് 0 ആകുമ്പോഴുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് അടക്കമുള്ള, അപ്പോൾ അതായത് LCR സീരീസ് സർക്യൂട്ടിൻ്റെ കണ്ടീഷനിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ഒമേഗ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, നൗ കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയറിന് പകരം ഇത് ഒമേഗയല്ലേ, ജെ ഒമേഗ. ഇവിടെ ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് റീപ്ലേസ്ഡ് വിത്ത് ഒമേഗ, ദാറ്റ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സീരീസ് സർക്യൂട്ട്. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ പകരം ജെ ഒമേഗ എന്ന് കൊടുത്തു. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ദ എക്സ്പ്രഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ ആൻ LCR സർക്യൂട്ട്. അപ്പോൾ Q ഇസ് ഈക്വൽ ടു, എക്സ്പ്രഷൻ ഇതായിരുന്നു, Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0/2 e raised to minus kt into 1 plus k by root of k square minus omega naught square into e raised to root of k square minus omega naught square into t എന്നായിരുന്നു എക്സ്പ്രഷൻ അല്ലേ. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയറിന് ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് റീപ്ലേസ് വിത്ത് കെ ബൈ ജെ ഒമേഗ. e raised to root of k square minus omega naught square into t is replaced with e raised to j omega t. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയത്. പ്ലസ് 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ ജെ ഒമേഗ. ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി എന്നാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടി. ഈ എക്സ്പ്രഷൻസ് ഒക്കെ കഴിഞ്ഞ സെഷനിൽ ചെയ്താണ്. അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിങ്ക് അതിലുണ്ടാവും, നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ Q is equal to Q0 minus Q0/2 e raised to minus kt. ഇനി e raised to j omega t കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. e raised to j omega t into 1 e raised to j omega t plus k by j omega into e raised to j omega t plus 1 into e raised to minus j omega t minus k by j omega into e raised to minus j omega t എന്നുള്ള ഫോമിലേക്ക് നമ്മൾ, ദാറ്റ് ഈസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ e raised to j omega t ഉണ്ട് എല്ലാ ടേമിനെയും ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് e raised to minus j omega t കൊണ്ട് ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വരും. ഓക്കെ, നൗ e raised to j theta എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ട്രിഗ്നോമെട്രിക്കും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പഠിച്ച സമയത്ത്
ഇ റൈസ് ടു ജെ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇ റൈസ് ടു ജെ ഒമേഗ ടി ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ് വരുന്നത്. അതുപോലെ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി എന്നാണ് എക്സ്പാൻഷൻ. സോ ദിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് in the places where e raised to j omega t and e raised to minus j omega t ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യാം, ഈ റീപ്ലേസ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ q is equal to q0 minus q0 by 2 e raised to minus kt. ഇനി e raised to j omega t പകരം cos omega t plus j sin omega t, cos omega t plus j sin omega t plus k by j omega into വീണ്ടും e raised to j omega t വരുന്നുണ്ട്. അപ്പോൾ അവിടെയും cos omega t plus j sin omega t plus e raised to minus j omega t. അപ്പോൾ അവിടെ cos omega t minus j sin omega t minus k by j omega e raised to minus j omega t. അപ്പോൾ വീണ്ടും cos omega t minus j sin omega t. Now ഇതിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്ന cos omega t cos omega t ഉണ്ട്. അപ്പോൾ രണ്ടും പ്ലസ് ആണ്. അപ്പോൾ 2 cos omega t എന്നായിട്ട് മാറ്റാം. ഒരു j sin omega t minus j sin omega t ഉണ്ട്. അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ k by j omega cos omega t എന്നൊരു ടേം ഉണ്ട്. മൈനസ് കെ ബൈ ജെ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ്. അപ്പോൾ രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പ്ലസ് കെ ബൈ ജെ ഒമേഗ ഇൻറ്റു ജെ സൈൻ ഒമേഗ ടി. അപ്പോൾ ജെയും പോയിട്ട് കെ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതേപോലെ ഇവിടെ മൈനസ് കെ ബൈ ജെ ഒമേഗ ഇൻറ്റു മൈനസ് ജെ സൈൻ ഒമേഗ ടി. അപ്പോൾ മൈനസ് മൈനസും പ്ലസ് ആയി, ജെയും ക്യാൻസൽ ചെയ്തു, കെ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. അപ്പോൾ കോസ് ഒമേഗ ടി 2 തവണ വരുന്നുണ്ട്, കെ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി 2 തവണ വരുന്നുണ്ട്. ബാക്കി എല്ലാ ടേമുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. So after that q is equal to q0 minus q0 by 2 e raised to minus kt into 2 cos omega t plus 2 by 2 into k by j omega into j. ഇവിടെ j cancel ചെയ്തിട്ടില്ല, you can cancel that in this step itself. 2 into k by omega j sin omega, sorry 2 into k by omega sin omega t. അപ്പോൾ q ഇവിടെ 2 എന്ന് പറയുന്ന ടേം രണ്ട് ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിനെയും കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ 2ഉം ഈ 1/2 നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരിക q0 മൈനസ് q0 e raised to minus kt cos omega t plus k by omega sin omega t എന്നായിട്ട് കിട്ടും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ക്യൂവിൻ്റെ എക്സ്പ്രഷനാണ്. നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓസിലേറ്ററി എങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, ഇത് എവിടെയാണ് എബൌട്ട് വിച്ച് പോയിന്റ് വിച്ച് ഓസിലേറ്റ്സ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, നൗ നമ്മളിവിടെ കെ ബൈ ഒമേഗ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ടാൻ തീറ്റ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു സെർട്ടൺ ഫോമാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് ഓസിലേഷൻ, എങ്ങനെയാണ് എബൌട്ട് വിച്ച് പോയിന്റ് ഇറ്റ് ഓസിലേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇത്രയും മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നത്. കെ ബൈ ഒമേഗ ഈക്വൽ ടു ടാൻ തീറ്റ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും എന്താ, q ഈസ് ഈക്വൽ ടു q0 മൈനസ് q0 e raised to minus kt cos omega t അതുവരെ ഓക്കെയാണ്, പ്ലസ് k ബൈ ഒമേഗയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ ടേക്ക് LCM ഹിയർ. ഇവിടെ ഒരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എടുക്കുക. അപ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് വരും. ആ ഓൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്ത രീതിയാണ് ഇവിടെ. അപ്പോൾ q ഈസ് ഈക്വൽ ടു q0 മൈനസ് q0 e raised to minus kt ബൈ കോസ് തീറ്റ ഇൻറ്റു cos omega t cos theta plus sin omega t sin theta. Okay, so cos a cos b plus sin a sin b is equal to cos a minus b എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലൊക്കെ മാത്സിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, cos omega t cos theta plus sin omega t sin theta ക്ക് പകരം cos omega t minus theta എന്നുള്ള റീപ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ q is equal to q0 minus q0 e raised to minus kt by cos theta into cos omega t minus theta എന്നുള്ള ഫോർമുലയിലേക്ക് മാറ്റിയത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ദ ഇൻസ്റ്റന്റേനിയസ് എക്സ്പ്രഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ്. ഇതൊക്കെ ഇൻസ്റ്റന്റേനിയസ് എക്സ്പ്രഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഒരു ഫോർമുല ഉണ്ടല്ലോ, ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ട് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആയിട്ട് മാറ്റി അല്ലേ. സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് പോയി ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആയി അല്ലേ.
ഈ മൈനസ് കെ സ്ക്വയറിന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഒമേഗ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ എന്നായിട്ട് മാറി. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് ദ പൈതഗോറസ് തിയറം അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ആ റിലേഷൻ, ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളിത് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾ വരച്ചത് കാണാം. ദിസ് ഇസ് കെ ബൈ ഒമേഗ tan theta, that is opposite side by adjacent side, k by omega. Suppose this is theta, tan theta and opposite side by adjacent side and k by omega. So from Pythagoras theorem, this hypotenuse will be equal to omega naught. Like square of hypotenuse and omega naught square of hypotenuse value and omega naught. From this you can calculate sin theta, cos theta, and the can calculate. Sin theta and k by omega naught, cos theta and omega by omega naught. That is adjacent side by hypotenuse. അല്ലേ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ ഒരു കോസ് തീറ്റ ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്തത്. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ നോട്ട് എന്നാണ് കിട്ടുന്നത്, അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താ, 1 ബൈ കോസ് തീറ്റയാണ് അല്ലേ. കാരണം ഇൻവേഴ്സാണ് കിടക്കുന്നത് അല്ലേ. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് വരും ഒമേഗ നോട്ട് ബൈ ഒമേഗ നോട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് 1 ബൈ കോസ് തീറ്റയ്ക്ക് പകരം ഒമേഗ നോട്ട് ബൈ ഒമേഗ എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 e raised to minus kt ഇൻറ്റു 1 ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റയ്ക്ക് പകരം ഒമേഗ നോട്ട് ബൈ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് തീറ്റ അല്ലേ. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഒമേഗ 0 ബൈ ഒമേഗ e raised to minus kt കോസ് ഒമേഗ ടി മൈനസ് തീറ്റ. So this is our expression, instantaneous expression for growth of charge in an LCR circuit when k square is less than omega naught square. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓസിലേറ്ററി നേച്ചർ എന്ന് വരുന്നത് നോക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രോത്ത് എക്സ്പോണൻഷ്യലായിട്ട് e raised to minus kt ഉണ്ട് അല്ലേ. e raised to minus ktയുടെ പ്രസൻസ് ആകുമ്പോൾ ചാർജ് എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യലായിട്ട് അതിൻ്റെ Q0 വരെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ കൂടെ ഒരു ടേം ഉണ്ട് Q0 എന്ന് പറയുന്ന ഒരു ചാർജ് എത്തി, പിന്നെ മൈനസ് ഇങ്ങനൊരു ടേം ഉണ്ട് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, കോസ് ഒമേഗ ടി മൈനസ് തീറ്റ. കോസ് ഒമേഗ ടി മൈനസ് തീറ്റയ്ക്ക് നെഗറ്റീവ് വാല്യൂസും വരാം, പോസിറ്റീവ് വാല്യൂസും വരാം, ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ക്വാഡ്രൻറ്റ് ഇറ്റ് ഈസ് ഹിയർ അല്ലേ. ഫസ്റ്റ് 0 മുതൽ 90 വരെയാണ് ആംഗിൾ എന്ന് വിചാരിക്കുക. 0 to π/2 റേഡിയൻസ് ആണ് ആംഗിളെങ്കിൽ അവിടെ എല്ലാ ടേം സൈനും കോസും ടാനും കോട്ടും ഒക്കെ എന്താണ്, എല്ലാം പോസിറ്റീവാണ്. ASTC നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓൾ ടേംസ് ആർ പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 0 to 90 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ കോസിൻ്റെ വാല്യൂ പോസിറ്റീവാണ് വരിക. ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂ 0-ൻ്റെയും 90-യുടെ ഇടയിലാണെങ്കിൽ കോസിൻ്റെ വാല്യൂ ഒക്കെ റിസൾട്ടൊക്കെ പോസിറ്റീവ് ക്വാണ്ടിറ്റീസാണ് അല്ലേ. ദാറ്റ് മീൻസ് Q0യിൽ നിന്നും ഒരു സെർട്ടൺ എമൗണ്ട് കുറയ്ക്കണം. ആ Q0നേക്കാൾ കുറച്ച് കുറഞ്ഞ ലെവലിലായിരിക്കും എന്ത് വരുന്നത്, വാല്യൂ വരുന്നത് അല്ലേ. ഇനി 90 to 180 ഡിഗ്രി കൺസിഡർ ചെയ്യുക. 90 to 180 സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ സൈനിൻ്റെ ടേമാണ് പോസിറ്റീവ്, കോസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഒരു കിട്ടുന്ന റിസൾട്ട് സപ്പോസ് കോസ് 120, കോസ് 120 എന്ന് പറഞ്ഞാൽ -√3/2 ആണ് വരിക. കോസ് 150 ആണെങ്കിൽ -1/2 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു -1 എന്നുള്ള റിസൾട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ Q0 പ്ലസ് കിട്ടി. അപ്പോൾ Q0ൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ഈ വാല്യൂ മൊത്തം ക്യൂവിൻ്റെ വാല്യൂ ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ Q0ൻ്റെ മുകളിലാണ് വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലും ദാറ്റ് ഈസ് 180 to 270 ആണെങ്കിലും അവിടെ കോസ് നെഗറ്റീവാണ്, അവിടെ ടാൻ്റെ വാല്യൂ മാത്രമാണ് പോസിറ്റീവ്. അവിടെയും നമുക്ക് കിട്ടുക Q0 പ്ലസ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമുക്ക് കിട്ടുക. ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂ 270 to 360 ആണെങ്കിൽ അവിടെ ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്, അവിടെ കൊസൈൻ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇവിടെ കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവാണ്. അപ്പോൾ ആസ് എ ഹോൾ Q0 മൈനസ് എന്ന് പറയുന്നൊരു ടേം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ക്യൂവിൻ്റെ വാല്യൂ Q0ൻ്റെ മുകളിലോ താഴത്തോ ആയിരിക്കും അല്ലേ. 0 to 90 ആണെങ്കിൽ Q0നേക്കാൾ കുറവായിരിക്കും ക്യൂവിൻ്റെ വാല്യൂ. 90 to ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂ ആണ് പറയുന്നത്. ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂ 0 to 90 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ Q0നേക്കാൾ കുറവായിരിക്കും. ഒമേഗ ടി മൈനസ് തീറ്റയുടെ വാല്യൂ 90 to 270 ആണെങ്കിൽ 90 മുതൽ 270 വരെയുള്ള കണ്ടീഷനിൽ ക്യൂവിൻ്റെ വാല്യൂ Q0നേക്കാൾ കൂടുതലായിരിക്കും. Q0 പ്ലസ് എന്നാണ് വരുന്നത്. 270 to 360 എന്ന് പറയുന്ന കണ്ടീഷനിൽ
ക്യൂവിൻ്റെ വാല്യൂ Q0നേക്കാളും കുറവായിരിക്കും, കാരണം ഇവിടെ വീണ്ടും മൈനസ് ടേം ആണുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. നോക്കുക, ഫസ്റ്റ് എന്താണ്, e⁻kt എന്നുള്ള ടേം ഉണ്ട്. സോ ചാർജ് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി ടു ദ വാല്യൂ, മാക്സിമം വാല്യൂ Q0. പിന്നെ Q0ൻ്റെ മുകളിലും താഴത്തുമായിട്ടാണ് അല്ലേ, Q0നേക്കാൾ കൂടുതലായിട്ടും കുറഞ്ഞിട്ടും ഒക്കെയാണ് നമ്മുടെ വാല്യൂസ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ω_t - വാല്യൂ 90 to 270 ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടുന്ന ക്യൂവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ ഓഫ് ക്യൂ ചാർജ് വിൽ ബി ഗ്രേറ്റർ ദാൻ Q0. അപ്പോൾ ആ ഭാഗമാണിത്. പിന്നെ 270 to 90, ദാറ്റ് ഈസ് 270 കഴിഞ്ഞ് 360 വരെയും, പിന്നെ 0 മുതൽ 90 ഡിഗ്രി വരെയും Q0ൻ്റെ വാല്യൂ ഇതിനേക്കാൾ കുറവായിരിക്കും ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വരുന്നു. ആൻഡ് ശ്രദ്ധിക്കുക, ദറ്റ് ഓസിലേഷൻ ഈസ് ഡാംഡ്. കാരണം എന്താണ്, e⁻kt എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്. അപ്പോൾ ടിയുടെ വാല്യൂ കൂടുന്തോറും e⁻ktയുടെ കോൺട്രിബ്യൂഷൻ കൂടും. e⁻ktയുടെ കോൺട്രിബ്യൂഷൻ കൂടിക്കഴിഞ്ഞാൽ e⁻kt ആണ് അല്ലേ. അപ്പോൾ ഡാമ്പിങ് ഫാക്ടർ കൂടി വരും. ആൻഡ് ടിയുടെ വാല്യൂ വളരെ കൂടുന്തോറും, ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ഒക്കെ ആകുമ്പോഴേക്കും e⁻∞ എന്ന് e⁻∞ വാല്യൂ 0 ആണ്. അപ്പോഴേക്കും എന്തായിട്ട് മാറും, ഇത് ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഏതായിട്ട് ഇതിലേക്ക് വന്ന് കോയിൻസൈഡ് ചെയ്യും, Q0 എന്ന് പറയുന്ന ലൈനിൽ കോയിൻസൈഡ് ചെയ്യും. സോ ദിസ് മീൻസ് ദാറ്റ് ദിസ് ചാർജ് grows exponentially to the maximum value and oscillates above the maximum value Q0, and due to the presence of exponential term it gets damped and finally falls or converges with the line Q0. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷനിലുള്ള എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡാംഡ്. ഡാമ്പിങ് നടക്കുന്നുണ്ട്. അതേപോലെ Q0 എന്ന് പറയുന്ന ചാർജിൻ്റെ എബൌട്ടായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലും താഴത്തുമായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓസിലേറ്റ് അബൌട്ട് ദ ചാർജ് Q0. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ നമുക്ക് ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി അല്ലേ, ഡാംഡ് ഓസിലേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ω എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസിയാണ്, which is equal to 2πf. Then the frequency f is equal to ω/2π എന്ന് കിട്ടും. സോ 1/2π ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എന്താണ്, √ω02 - k². ω02 എന്ന് പറഞ്ഞാൽ 1/LC ആണ്, k എന്ന് പറഞ്ഞാൽ R/2 ആണ്. Substitute those two values, f is equal to 1/2π √1/LC - R²/4L². So this represents the frequency of oscillation of charge during growth in LCR series circuit. Okay, ഇതിൽ ശ്രദ്ധിക്കുക, ഇത് കുറച്ചുകൂടി ഇത്രയും ചെറുതാക്കണമെന്നില്ല. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, ബെറ്റർ യൂസ് ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ്. ദിസ് ഈസ് ദി ഓവർ ഡാംഡ് കണ്ടീഷൻ കേട്ടോ. ഇവിടെ Q0ക്ക് എത്തുമ്പോഴേക്കും T ഇത്രയൊക്കെ എത്തിയാലാണ് മാക്സിമം ആവുന്നത്. സെക്കൻഡ് വൺ ഈസ് ദ ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ, കുറച്ചുകൂടി ഷോർട്ട് ടൈമിൽ മാക്സിമത്തിലെത്തി. മൂന്നാമത്തെ കണ്ടീഷൻ ഡാംഡ് ഓസിലേറ്ററി, ഇറ്റ്സ് ഓസിലേറ്റ്സ് അബൌട്ട് ദ ചാർജ് Q0. ഇവിടെ സ്മോൾ Q0 ആണ്, നമ്മൾ ഇത്ര നേരം ക്യാപിറ്റൽ Q0 ആണ് വന്നത്. യു ക്യാൻ യൂസ് ദ ക്യാപിറ്റൽ Q0 സിമ്പിൾ ഓർ സ്മോൾ q. അത് നമ്മൾ തുടക്കം മുതൽ എന്താണോ സിമ്പിൾ യൂസ് ചെയ്യുന്നത് അതേ ബേസിൽ തന്നെ കണ്ടിന്യൂസും കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ദിസ് ഈസ് ദി 3 types of growth of charge in an LCR series circuit. One is overdamped, another is critically damped, and third one is damped oscillatory growth. Thank you.